ഹായ് ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഈ മൂന്ന് ഇൻഡെക്സിൻ്റെ അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് ലേണിംഗ് പർപ്പസ് അനലൈസിസ് ആണ്. നമ്മൾ ഷെയർ ചെയ്യുന്ന ലെവൽസ് ആൻഡ് ഡിസ്കഷൻ എല്ലാം സ്റ്റഡി പർപ്പസ്, ലേണിംഗ് പർപ്പസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക. സോ നമ്മുടെ ഞാൻ ലാസ്റ്റ് നമ്മുടെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഈ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചാനൽ ബ്രേക്ക് ഡൗൺ ആയി ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു. ആൻഡ് വേറെ ഒരു ഇതുകൂടി പറഞ്ഞായിരുന്നു. നമ്മുടെ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് നോക്കുവാണെങ്കിൽ, ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ സെക്കൻഡ് വേവ് എത്ര ഫോൾ ഉണ്ടാകും, ഓൾമോസ്റ്റ് ഇത് 400 പോയിൻറ്റ്സിൻ്റെ ആണ്. അത്ര തന്നെ ഏകദേശം ഫോർത്ത് വേവിൻ്റെ ഫോൾ ഉണ്ടാവാറുണ്ട് ഇൻ ഐഡിയൽ കേസിൽ മാത്രമേ ഇങ്ങനെ ഒരു ഫോൾ യൂഷ്വലി ഇങ്ങനെ വരാറുണ്ട്. സോ ഓൾമോസ്റ്റ് ഏകദേശം ആ ഒരു പോയിൻറ്റിൻ്റെ എത്ര, അത് 400 പോയിൻറ്റ്സിൻ്റെ ഫോൾ ആയിരുന്നു. ഇതും ഏകദേശം ആ ഒരു 400 പോയിൻറ്റ്സിൻ്റെ ഫോൾ നമുക്ക് ഇന്ന് കിട്ടി. ഓക്കെ, സോ അത് ഐഡിയൽ കേസസ് ആണ്, എപ്പോഴും ഉണ്ടാവില്ല, ഐഡിയൽ കേസിലാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫർദർ ആണ്, നമ്മുടെ വേവ്സ് ആണ്. നെക്സ്റ്റ് ഈ വേവ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസമായിട്ട് 1, 2 and 3, ഫോർത്ത് വേവിൻ്റെ ഫോളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇനി പ്രൈസ് നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ ഇവിടെ, ഇനി ഇതിൻ്റെ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈസ് ബ്രേക്ക് ഡൗൺ ആയി ആൻഡ് ദെൻ വീണ്ടും ഒരു ബൗൺസ് ആൻഡ് താഴേക്ക് വീണ്ടും വന്ന് ഈ ഒരു ഏരിയയിൽ ബൗൺസ് എടുത്തിട്ടാണ് മുകളിലേക്ക് കയറി. ഇവിടെ ഒരു കണ്ടോ, ഒരു ഹാമർ ടൈപ്പ് ഫോമായി ആൻഡ് ദെൻ ആണ് അവിടെ നിന്ന് ഒരു ബൗൺസ് വന്നേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇനി നോക്കുവാണെങ്കിൽ ആ ഒരു ഫോളിൽ തേർഡ് വേവിൻ്റെ ഫോൾ വന്നത് ഏത് നേച്ചറിലാണെന്ന് അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, പഠിക്കാനുള്ളത്. മെയിൻ നമുക്ക് ഇത് തന്നെയാണ്. പ്രൈസ് ഫോൾ വരുമ്പോഴത്തേക്ക് ആ ഒരു നേച്ചറിലാണ് ഫോൾ വരുന്നത്. 1, 2, 3, 4, 5 ആ ഒരു നേച്ചറാണ് പോകുന്നത്. സോ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുമെങ്കിൽ 1, 2, ഓക്കെ, ദെൻ 3, 4 and 5 ആ ഒരു നേച്ചറിലാണ് ഇപ്പോൾ ഫോൾ വന്നിരിക്കുന്നത്. 5 കണ്ടോ, 5 സ്മോൾ 5 മൂവ്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുക. അതാണ് ആ ഒരു ഞാൻ ഇങ്ങനെ ഇവിടെ ഇൻവേർട്ട് സ്കെയിൽ ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇൻവേർട്ട് സ്കെയിലാണ് അടിച്ചേക്കുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ചാർട്ട് റിവേഴ്സ് ആയി കേട്ടോ. സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് ആ ഒരു മൂവ്സ്. നമുക്ക് 1, 2, 3, 4 and 5 മൂവ് കംപ്ലീറ്റ്. അതാണ് ആ ഒരു പ്രൈസ് അവിടെ നിന്ന് റിജക്ഷൻ എടുത്തിട്ട് ദാറ്റ് മീൻസ് പ്രൈസ് വീണ്ടും ബൗൺസ് തരുന്നു അവിടെ. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് കണ്ടോ, ടൈപ്പ് ഓഫ് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ആണ് ഉണ്ടാക്കിയത്. അങ്ങനെ പറയാം നമുക്ക്, എക്സാക്ട്ലി അല്ല, പ്രോപ്പറിലല്ല, ബട്ട് യെസ്, ഇത് കണ്ടോ, അതാണ് ആ ഒരു. ആൻഡ് ദെൻ ഇനി ആണ് ഫെർദർ ബൗൺസ് വരാൻ പോകുന്നത് പ്രൈസ്. ഓക്കെ, സോ നമ്മൾ ഫിബൊനാച്ചി എങ്ങനെ യൂസ് ചെയ്യാം, ഫിബ് റിട്രേസ്മെൻറ്റ് എടുക്കാം. ഇവിടുന്ന് ഇവിടെ വരെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ കറക്റ്റ്ലി. സോ പ്രൈസ് ഇനി ബൗൺസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ പ്രൈസ് ഇവിടെ വരെ വരണം. ഇവിടെ വരെ ഓൾമോസ്റ്റ് 23,740 or 50 വരെ ഇവിടെ വരെ വരേണ്ടതാണ് പ്രൈസ്. പക്ഷേ ഇതിൻ്റെ അബവ് പോകാൻ പാടില്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫിഫ്ത്ത് വേവ് സ്റ്റാർട്ടായി എന്ന് പറയാം. ഓക്കെ, ബട്ട് ഐ ഹോപ്പ് ഇപ്പോൾ പ്രൈസ് സെക്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ലോവർ ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഇനി ഫുർദർ താഴേക്ക് വരേണ്ടതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഫിബൊനാച്ചിനെ ഡിലീറ്റ് ചെയ്യുകയാണ്. പിന്നെ ചാർട്ട് മീമിൻ്റെ നേരെ ഒന്നുകൂടി കറക്റ്റ് നമ്മുടെ നോർമൽ ചാർട്ടാക്കാൻ പോകുക കേട്ടോ അപ്പോൾ. ഓക്കെ, ദൈവം. സോ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണ്, പ്രൈസ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ചാനലാണ് ഉള്ളത്. പ്രൈസ് കണ്ടോ, ഇങ്ങനെ. അതാണ് ഇന്ന് ആ ഒരു ബൗൺസ് കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ എക്സാക്ട് എന്തിന് ഈ ഒരു പോയിന്റിൽ നിന്ന് ബൗൺസ് വന്നു അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇപ്പോൾ നോക്കുവാണെങ്കിലുണ്ടല്ലോ, ഈ ഒരു ലെഗ് തേർഡ് ലെഗ് ഫുള്ള്, തേർഡ് ലെഗിൽ ഇതാണല്ലോ നമ്മുടെ വേവ് 2 ഇവിടെ തീർന്നു, തേർഡ് അവിടെ തീർന്നു. സോ ഈ ഒരു തേർഡ് ലെഗ്, ന്യൂ വ്യൂവേഴ്സ് പ്ലീസ് ഓൾഡ് വ്യൂ കാണുന്ന ലാസ്റ്റത്തെ വീഡിയോസ് കാണുന്ന, അപ്പോൾ അവർക്ക് മനസ്സിലാകും എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി ഏകദേശം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് ആ ഒരു ഫോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ആണ്, സ്റ്റഡിങ് പർപ്പസ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. സോ നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ഫിബ് റിട്രേസ്മെൻറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഫ്രം ഈ വേവ് ടു അവിടെ വരെ. ഓക്കെ, സോ നമ്മളിത് നോക്കിക്കോ. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, 61.80%. ഓക്കെ, ഈ ഫുള്ള് ലെഗിൻ്റെ 61.80% ആണ് വന്നു. ആൻഡ് അവിടെ നിന്നാണ് ഈ പ്രൈസ് ബൗൺസ് ആയത്. സോ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് ഫിബൊനാച്ചി ലെവൽസ് വർക്ക്
ചെയ്യാറുണ്ട്, അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട് മാർക്കറ്റ്. ഓക്കെ, നമ്മൾ ഓരോരോ ലെഗിന് നമ്മൾ നോക്കുക, ശ്രദ്ധിക്കുക. അതാണ് ഐ തിങ്ക് ഇന്നലത്തെ വീഡിയോ ഞാൻ അതാണ് ഈ ഒരു ലെവൽ ഷെയർ ചെയ്തത് നിങ്ങളുടെ കൂടെ. 61 എപ്പോഴും നമുക്ക് മെയിൻ ലെവൽസാണ് ഉള്ളത്, 61.80 ആൻഡ് 81.20%. ഓക്കെ, സോ ഇനി ഫർദർ ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ ഇവിടെ വരെ വരാനുള്ള ചാൻസസ് കൂടി ഉണ്ടാകും. പ്രൈസ് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഫിബ് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, ചിലപ്പോൾ ഒരു ബൗൺസ് എക്സ്പെക്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഫുള്ള് 1 വേവായി 5 മൂവ്സ് എന്തെങ്കിലും വരും. സോ പ്രൈസ് ഇനി ഇവിടെ നിന്ന് ഒരു ബൗൺസ് തരേണ്ടതാണ്. ബൗൺസ് നമ്മൾ തരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, എവിടെ വരെ വരും ഈ ഒരു ബൗൺസ്. സോ ഇപ്പം നമുക്ക് ഫസ്റ്റ് മുകളിലത്തെ മറ്റേ ഇതെടുക്കാം, റെസിസ്റ്റൻസ്. സോ നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത് ഏതൊക്കെയാണ്, 23,740. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ ദെൻ ബുൾ സൈഡിൽ നമുക്ക് പോവാം. ഓക്കെ, 740 ആൻഡ് 670 ആ ഒരു ഏരിയ ആണ്. സോ ഞാൻ ഇപ്പോൾ ഫിബ് നമ്മൾ നോക്കി ഇപ്പോൾ റെസിസ്റ്റൻസ് റെഡ് ആക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, സോ ഈ സോൺ റെസിസ്റ്റൻസ് സോണാണ്. ഓക്കെ, ഈ ഒരു സോൺ റെസിസ്റ്റൻസ് സോണാണ്. സപ്പോർട്ട് ലെവൽ ബാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഫസ്റ്റ് ബൗൺസ് റെസിസ്റ്റൻസ് ആയിട്ട് പിന്നെ താഴേക്ക് വരേണ്ടതാണ്. ഓർ പ്രൈസ് ഇതിൻ്റെ ഈ ലെവലിൻ്റെ അബവ് സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ ഈ ഒരു 740 അബവ് സസ്റ്റെയിൻ ആണ്. ദറ്റ് മീൻസ് 800 വരെ റെസിസ്റ്റൻസ്, ഫുൾ റെസിസ്റ്റൻസ് സോണാണ്. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആണ്. ദറ്റ് മീൻസ് 5th വേവിൽ എൻ്റർ ആയി ദെൻ ഫർദർ നമുക്ക് അപ്പ് മൂവ് നമുക്ക് കിട്ടും. അതൊക്കെയാണ് ഈ ലെവൽസ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലെവൽസ് എന്താ. ഓക്കെ, സോ ഇനി ഇടയ്ക്ക് വരുന്ന ഒരു ലെവലാണ് നമ്മുടെ ഈ ഒരു ഏരിയ. അതേതാണ് 670 അല്ല, ഒരു ഏരിയ ആണ് 680 ആണ് വരുന്നത്. ഓക്കെ, സോ റെസിസ്റ്റൻസ് മുകളിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. 680 ഉണ്ട്, 740 ആൻഡ് ദെൻ ഇത് അടുപ്പിച്ചടുപ്പി റെസിസ്റ്റൻസ് ഉണ്ട്. സോ മുകളിൽ റെസിസ്റ്റൻസ് ഒത്തിരി കൂടുതലാണ്. സപ്പോർട്ട് ഫാറാണ്, ശ്രദ്ധിക്കുക കേട്ടോ. സപ്പോർട്ട് 23,440. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ലെവൽസ് നമുക്ക് കിട്ടാൻ തുടങ്ങും. ഈ ചാനൽ ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക കേട്ടോ. കാരണം അതെന്ന് വെച്ചാൽ പ്രൈസ് ജനിത കാണിച്ച് ചെയ്ത് പ്രൈസ് ഇവിടെ നിന്ന് മറ്റേ ഒരു ചാനൽ ഉണ്ടായിരുന്നു, ഇതിൻ്റെ അബവിന് പ്രൈസ് പോകും. പ്രൈസ് അവിടെ പോയിട്ട് പിന്നെയാണ് ശരിക്കും റീട്രേസ്മെൻറ്റ് താഴേക്ക് വരേണ്ടതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യണം, നിങ്ങളത് വേണമെങ്കിൽ നിങ്ങളുടെ അതിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, സോ ഇനി നമുക്ക് കിട്ടാനുള്ളത് ഫർദർ ലെവൽസൊക്കെ ഇതായിരിക്കുള്ളൂ. ഓക്കെ, 15 മിനിറ്റ്സ് വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ നമുക്ക്. 330 ആണ് വരുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നു, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നു, കണ്ടോ. ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, ബ്രേക്ക് ഔട്ട്, ഇത് കണ്ടോ, ബ്രേക്ക് ഔട്ട് ആൻഡ് ദെൻ വീണ്ടും വന്ന് റീടെസ്റ്റ് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നു. അതാണ് ആ ഒരു ലെവൽ ഇത്രയ്ക്ക് വാല്യൂബിളായി. ഓക്കെ, അതാണ് ആ ഒരു ലെവൽ വാല്യൂബിൾ. സോ 320 to 330 ആ ഒരു ഏരിയ ആണ് വരുന്നത് കേട്ടോ. സോ ഇത് നല്ല ഒരു ഏരിയ ആയിരിക്കും. ഐ തിങ്ക് സപ്പോർട്ട് സോൺ ഇവിടെ നിന്ന് എടുത്താൽ അത്രയ്ക്ക് ബെറ്ററാണ്, അല്ലെങ്കിൽ പിന്നെ താഴേക്ക് വരും, അത് കുറച്ചുകൂടി ഫർദർ ഫാറാണ് പിന്നെ സപ്പോർട്ട് ഉള്ളത്. നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ ഇല്ലാന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു ഏരിയ 23,300 നിയർ. ഓക്കെ, 320 or 300 നിയർ, അതാണ് നമ്മുടെ ഫിബൊനാച്ചിയുടെ ആ ഒരു ലെവൽ കൂടിയാണ് അത്. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ കോഷ്യസ് ആകും, പീസായി നമുക്ക് കോഷ്യസ് ആയിരിക്കാം. ഓക്കെ, അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനൊന്നുമില്ല. റെസിസ്റ്റൻസ് ചാനൽ സപ്പോർട്ട് ലൈൻ ഇങ്ങനെ ഒരു സപ്പോർട്ട് ലൈൻ വരുന്നുണ്ട്, അത് വേണമെങ്കിൽ വരച്ച് വെച്ചോളൂ. സംടൈംസ് ചില സമയത്ത് ഇങ്ങനെ ഈ നമ്മൾ വരച്ച് വെച്ചില്ലെങ്കിൽ ചില സമയത്ത് ഇതിങ്ങനെ സപ്പോർട്ട് എടുക്കാറുണ്ട്, നമ്മളത് ശ്രദ്ധിക്കുകയില്ല. ഇന്ന് കണ്ടോ കറക്റ്റ് ആ ഒരു ലെവലിലാണ് വന്നു, പിന്നെ ഫിബൊനാച്ചിയുടെ സപ്പോർട്ട് ലെവൽ കൂടി, അതാണ് ആ ഒരു ഇങ്ങനെയൊക്കെ ഒരു ബൗൺസ് വരാനുള്ള ചാൻസസ്, മനസ്സിലായോ. സോ നമ്മളൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ട്രയാങ്കിൾ ഇതുപോലത്തെ ഒരു ട്രയാങ്കിൾ കൂടി ഫൈൻഡ് ചെയ്യുന്നുണ്ട് കണ്ടോ, ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ഫോമായി കണ്ടോ. റെസിസ്റ്റൻസ് ഇനി ഫർദർ അപ്പ് സൈഡ് ആണെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഈ ഒരു ലെവൽ 23,440 ഇതിൻ്റെ അബവ് മാത്രം സസ്റ്റെയിൻ മാത്രമേ എനിക്ക് പറയാനുള്ളത്. ദാറ്റ് മീൻസ് പ്രൈസ് ചിലപ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് പോകും. ഓക്കെ, ദാറ്റ് മീൻസ് ബുൾ സൈഡിലേക്ക് 5th വേവിലേക്ക് എൻ്റർ ആവും നമുക്ക് പറയാം.
ഇനി നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം. നമ്മുടെ ബാക്കി അനാലിസിസ് കഴിഞ്ഞു. ഇനി ബാങ്ക് നിഫ്റ്റി, യെസ് ബാങ്ക് നിഫ്റ്റി ഈ ചാനൽ തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ലെവൽ ഈ ഒരു ഡേ ലോ ആയി. ഇന്നത്തെ റെസിസ്റ്റൻസ് ഒക്കെ എല്ലാം ഫർദർ കറക്റ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ആൻഡ് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഫർദർ റെസിസ്റ്റൻസ് ഇനി ആ ഒരു ഇത് റെസിസ്റ്റൻസ് ആക്കിക്ക്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇതൊക്കെ ഫുള്ള് ഒന്നും ചെയ്യാനില്ല, ഈ ഒരു ഏരിയയിലൊന്നും കാണത്തില്ല കേട്ടോ. ഇതൊരു നല്ലൊരു അതൊരു ഹെവി സോണായി കിടക്കാം. കറക്ഷൻസിലാണ് ഐ തിങ്ക് ഇത് കറക്ഷൻ നമ്മൾ ശരിക്കും വന്നിട്ടില്ല. കറക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അല്ല, ഇത് കഴിഞ്ഞു കേട്ടോ. എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ടൈപ്പാണ്. യെസ്, ഇങ്ങനെയാണ് അത്. സോ പ്രൈസ് മേ ബി ബൗൺസ് തരും. സോ 2 ഇൻഡെക്സ് ബൗൺസാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഇൻ ഷോർട്ട് ടൈം. ഫസ്റ്റ് ചിലപ്പോൾ ഓപ്പണിംഗ് തന്നെ ഗ്യാപ്പ് അപ്പ് ടു ഫ്ലാറ്റ് ടു ചെറിയൊരു പോസിറ്റീവ് എന്തെങ്കിലും ആവാം. ഗ്യാപ്പ് അപ്പ് കാണിച്ച് ചിലപ്പോൾ പ്രൈസ് മുകളിൽ പോയിട്ട് പിന്നെ റിജക്ഷനുള്ള ഒരു ചാൻസസ് ഉണ്ടാവും. ഓക്കെ, മുകളിൽ പോയി റെസിസ്റ്റൻസ് എടുക്കുക ആൻഡ് ദെൻ പിന്നെ താഴേക്കാണ്. ഓക്കെ, സോ ബൗൺസ് ആൻഡ് ദെൻ ആണ് നമുക്ക് താഴെ, ഓർ ബൗൺസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ബാക്കി താഴത്തെ സപ്പോർട്ട് ലെവൽ കാര്യങ്ങളൊക്കെ എല്ലാം ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ചേഞ്ചസ് എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല ഇതിനകത്ത്. നമ്മളെ ലെവൽസ് ഇനി വേഗം നമുക്ക് സെൻസെക്സ് അനാലിസിസ് പോകാം. സെൻസെക്സ് ഓൾമോസ്റ്റ് നമ്മൾ നിഫ്റ്റി ഇതേപോലെ തന്നെയാണ്, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. സെൻസെക്സിൻ്റെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി ചാനലിൻ്റെ, റൈറ്റ്. ഇനി ഇന്നത്തെ ഡേ ലോ. ഓക്കെ, ഈ ഡേ ലോ ആണ് നമുക്ക് നോക്കാനുള്ളത്. സപ്പോർട്ട് സോണിൻ്റെ ഇവിടെ തന്നെ ഷിഫ്റ്റായി. ഡേ ലോ ബ്രേക്ക് ആയാൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും, ഓർ അല്ലെങ്കിൽ നമ്മളെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാ വരേണ്ടത്? നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് കേട്ടോ. ഇത് അവിടെ നിന്ന് ഈ ഒരു ഏരിയ 78,300. ഓക്കെ, ഇത് റെസിസ്റ്റൻസ് ആണ്. പിന്നെ ഇതിലും ഐ തിങ്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുമായിരിക്കും ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ. 1 2 3 4 വേവ് 2 to 3 ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എക്സാക്റ്റ് കണ്ടോ, ഇതിലും അങ്ങനെ തന്നെ. പിന്നെ നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിനകത്ത് ട്രയാങ്കിൾ ഉണ്ടാവേണ്ടതാണ് കണ്ടോ. യെസ്, ഓക്കെ, ഒരു ട്രയാങ്കിളായി. മറ്റേ ഞാൻ ഡിലീറ്റ് ചെയ്യും ട്രയാങ്കിൾ. ഇത് കാരണം സെൻസെക്സ് ഓൾമോസ്റ്റ് നിഫ്റ്റിയുടെ പോലെ തന്നെ ചാർട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്താണ് അത് തന്നെയാണ് ഷെയർ. സോ പോസിറ്റീവ് ഓപ്പണിംഗ് ഓർ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ ഫർദർ നമുക്ക് താഴേക്ക് ഈ ലെവൽ ബ്രേക്ക് ആവണം. ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ആവണം ഫോർ ഫർദർ ഫോൾ. ഓക്കെ, ഫർദർ ഫോൾ നമുക്ക് കാണാനാണെങ്കിൽ ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ആവണം. ഓക്കെ, ശ്രദ്ധിക്കുക. ബാക്കി ലെവൽസ് സപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ നമ്മൾ ഫിബൊനാച്ചി നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇതിൻ്റെ വേവ്സ് സെയിം അത് തന്നെ അല്ലേ. 1 2 3 and 4 നമ്മൾ ഫിബൊനാച്ചി വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര വരെ ഇതിൻ്റെ ഫോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ബോട്ടം ടു ഇപ്പോൾ വരച്ച ലേറ്റസ്റ്റ് ഹൈ. ഓക്കെ, സോ ഫർദർ ഫോൾ നമ്മുടെ എത്ര 61.80. സോ ഈ ഒരു ലെവൽ വരാനുള്ള ചാൻസസ് ഉണ്ടാവും കേട്ടോ. യെസ്, 76,580. ഓക്കെ, 76,580. സോ നമുക്ക് അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കാം. സപ്പോർട്ട് വരുന്നത് ഇതാണ്. ഫർദർ സപ്പോർട്ട് ഈ ഒരു പിൻ ബാർ 76,400 ആണ് നമ്മുടെ ആ ഒരു നമുക്ക് കാണുന്നത്. കാരണം വെച്ചാൽ എന്താണെന്ന് റീസൺ എന്താണെന്ന് അറിയാമോ? പ്രൈസ് ഇവിടെ ഇത് കണ്ടോ, റീട്രേസ്മെൻറ്റ് ആൻഡ് ദെൻ ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയതാണ്. അതാണ് ഞാൻ ഈ ഒരു ലെവൽ സജസ്റ്റ് ചെയ്യുന്നത്. 5-10 പോയിൻ്റ് അങ്ങോട്ട് ഇങ്ങനെ ആവാട്ടെ. 76,400. ഓക്കെ, സപ്പോർട്ട് ഇതിനകത്ത് എടുക്കുവാണെങ്കിൽ ഇവിടുന്ന് തന്നെ റിവേഴ്സൽ എടുക്കാനുള്ള ഒരു പവർ ഈ ഒരു ഏരിയയിലായിരിക്കുള്ളൂ. ഓക്കെ, ബൗൺസൊക്കെ പല പല ഏരിയയിൽ നിന്ന് വരും. ഫിഫ്ത്ത് വേവിൽ എൻ്റർ ചെയ്യാനാണെങ്കിൽ. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനൊന്നുമില്ല. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.